സംസ്ഥാന പോലീസ് മേധാവിയെ റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത്. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പുതിയ പോലീസ് മേധാവി കൂടിക്കാഴ്ചയും നടത്തി. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ അനുമതി ലഭിച്ചതിനു പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത്. രാവിലെ 7 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ADGP-മാർ ചേർന്ന് റവാഡ ചന്ദ്രശേഖറെ സ്വീകരിച്ചു. പിന്നാലെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H. വെങ്കടേഷിൽ നിന്ന് അധികാരമേറ്റെടുത്തു. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചുമതലയേറ്റ ശേഷം റവാഡ ചന്ദ്രശേഖർ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ പോലീസ് മേധാവി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകനല്ലാത്തയൊരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകളുമായി ചെന്ന് പരാതി ഉന്നയിച്ചു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് DGP-യോട് ചോദ്യങ്ങൾ ഉയർത്തിയത്. അതേസമയം കണ്ണൂരിലെത്തിയ റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിൽ സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിലും പുതിയ പോലീസ് മേധാവി പങ്കെടുത്തു. 24 തിരുവനന്തപുരം, കണ്ണൂർ.